എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ അഭിവാദനങ്ങൾ, അഭിനന്ദനങ്ങൾ. ഈ ഓണം ആഘോഷിക്കുന്നത് കള്ളവും ചതിയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചും അന്ന് നാട് വാഴ്ന്നിരുന്ന മഹാബലി തമ്പുരാനെക്കുറിച്ച് എന്നെ വരവേൽപ്പിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ട്. അതുകൂടാതെ തന്നെ സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും മുൻനിർത്തിയും നാം ആഘോഷിക്കുന്നു എന്ന് പറയാറുണ്ട്. കൂടാതെ തന്നെ ഇതൊരു കൊയ്ത്തൊലുത്സവമായിട്ടും ആളുകൾ വിവരിക്കാറുണ്ട്. എന്നാൽ തിരുവോണ ആഘോഷങ്ങളിൽ നോക്കിയാൽ അങ്ങോളം ഇങ്ങോളം നാം കാണുന്നത് മഹാബലിയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആഘോഷങ്ങളാണ് എവിടെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പറഞ്ഞ ആ കള്ളവും ചതിയും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതിനും അന്ന് വാണിരുന്ന മഹാബലി തമ്പുരാനെ വരവെക്കുന്നതിന് വേണ്ടിയാണ് നാം ഓണം ആഘോഷിക്കുന്നതെന്ന് കൂടുതലായിട്ടും നമുക്ക് വിശ്വസിക്കാം. ശ്രീ CL ആൻ്റണി DMA സെക്രട്ടറി നിങ്ങളോട് രണ്ടു സംസാരിക്കുന്നതായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ചന്ദ്രൻ, എൻ്റെ സെൻട്രൽ കമ്മിറ്റി അസോസിയേഷൻ സഹപ്രവർത്തകരെ, ദ്വാരക സബ്സിറ്റി ഏരിയ ഭാരവാഹികളെ, ശ്രീനാരായണ കേന്ദ്ര വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഈ ദ്വാരക ഏരിയ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ദ്വാരക സബ്സിറ്റി സ്ഥാപിക്കുന്നതിനെ പറ്റി ഞങ്ങൾ വളരെയധികം എന്ന് പറഞ്ഞാൽ അതിനായിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ വന്നത്. അപ്പോൾ ദ്വാരക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടി കണ്ടെത്തി പിടിച്ച് ഞാൻ 1-2 പേരും കൂടി ഇവിടെ വന്നത് നല്ല ചൂടുള്ള ഒരു അവസരത്തിലായിരുന്നു. ഇങ്ങനെ വന്നു. എനിക്കറിയില്ല, മിസ്റ്റർ ജയരാമൻ്റെയും മിസ്റ്റർ ബാലേട്ടൻ്റെയും എല്ലാം സഹകരണത്തോടെ വന്നുകൂടി വളരെ ചർച്ചകളൊക്കെ ചെയ്തു. പക്ഷെ എങ്കിലും സബ് കമ്മിറ്റി സ്ഥാപിച്ചിട്ടും 1-1.5 കൊല്ലത്തേക്കും വലിയ പ്രവർത്തനമൊന്നും നടന്നില്ല. എങ്കിലും ഒരു നല്ല ഓണാഘോഷം ഇവിടെ നടത്തി. ആ ഓണാഘോഷത്തിന് ഞാനിവിടെ വന്നിരുന്നു. അന്ന് ചന്ദ്രനും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായി. എങ്കിലും സംഗതി നീണ്ടുപോയി. പിന്നെ ഇന്നാണ് ഇങ്ങനൊരു പൊതുസമ്മേളനത്തിന് ഞാനിവിടെ വരുന്നത്. അതും ഇത്രയും നല്ല മനോഹരമായ ഹാളിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് ഞങ്ങൾ വന്ന് ചർച്ചകൾ ചെയ്തപ്പോൾ ഉണ്ടായ വലിയൊരു ചർച്ച വന്നൊരു ഭാഗമായിരുന്നു. ഒന്ന്, ഇവിടെ എല്ലാവർക്കും കൂടി സമ്മേളിക്കാനുള്ള സ്ഥലമില്ല. 2, ഇവിടെ അധികവും ഈ സൊസൈറ്റീസ് ആയതുകൊണ്ട് ജനങ്ങൾക്ക് പോയി പ്രവർത്തിക്കാനുള്ള സൗകര്യമില്ല. പക്ഷെ അതൊരു ശ്രീ ചന്ദ്രനും ശ്രീ ആൻ്റണിക്കും വേറൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് അടുത്തതായി ഞങ്ങൾ അവാർഡ് ദാന ചടങ്ങുകളിലേക്ക് S. ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കും. നമസ്കാരം. ഞങ്ങളുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പറഞ്ഞ പോലെ ഡൽഹി മലയാളി അസോസിയേഷനെ സാധാരണക്കാരൻ്റെ സംഘടനയാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സാധാരണക്കാരായ ഭാരവാഹികളടങ്ങുന്ന ഒരു കേന്ദ്ര സമിതി ഇപ്പം രൂപമെടുത്തിരിക്കുന്നത്. ഇപ്പം അങ്ങനെ തന്നെ തുടരും എന്നുള്ളത് കൊണ്ടും സാധാരണക്കാരനായ മലയാളികൾക്ക് എപ്പോഴും സഹായഹസ്തവുമായി ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നുള്ള ഒരു വാഗ്ദാനത്തോടുകൂടി ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള അക്കാഡമിക് എക്സലൻസ് അവാർഡുകളാണ്. അത് എല്ലാ വർഷവും നടക്കുന്നത് 12ലും 10ലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന 3 കുട്ടികൾ. ആ കുട്ടികളെ ഇവിടെയുണ്ട്. അപ്പം അവരെ ഓരോരുത്തരായി ഞാൻ ക്ഷണിക്കാം. ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്നത് ലിനി പിലി. ഇത് വിതരണം ചെയ്യുന്നതിന് DMAയുടെ സമാരാധനായ പ്രസിഡന്റ് ശ്രീ
രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അഞ്ജലി സർക്കാർ. സെക്ടർ 22 താമസിക്കുന്ന SFS ക്ലാസ്സിൽ താമസിക്കുന്നു. സർക്കാരിനെ കേൾക്കും ആരും സംശയിക്കേണ്ട, തനി മലയാളിയാണ് കുട്ടി. മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന 2 കുട്ടികളാണ് വരുൺ ജോൺ വർഗീസ്, അത് ആ കുട്ടി എത്തിയിട്ടില്ല, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. മറ്റൊരു കുട്ടി മൃദുൽ എൻ. അടുത്ത 10th സ്റ്റാൻഡേർഡിലെയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടി പ്രതീക് തോമസ് വർഗീസ്. രണ്ടാം സ്ഥാനത്ത് ഐശ്വര്യ നായർ. മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഗായത്രി രാമേന്ദ്രൻ. ഈ കുട്ടി നമ്മളുടെ എല്ലാ കലാപരിപാടികളും മറ്റ് ആക്ടിവിറ്റീസിലും വളരെ ആക്റ്റീവായി പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ്. യു ആർ എ ബിഗ് ഫാൻ. ഇനിയുള്ളത് അടുത്ത സമ്മാനം വിതരണം ചെയ്യുന്നതിന് വേണ്ടി CL ആന്റണി സാറിനെ ക്ഷണിക്കും. വളരെ അഭിമാനപുരസ്കരം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു, ഇപ്രാവശ്യം സെൻട്രൽ കമ്മിറ്റി നടത്തിയ പൂക്കള മത്സരത്തിൽ വളരെ ഭംഗിയാർന്ന, ഈവൻ വളരെ ബുദ്ധിമുട്ടിയാണ് ജഡ്ജസ് 2-3 പ്രാവശ്യം പോയി കണ്ടു കേട്ടിട്ടാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അത് ദ്വാരക ഏരിയക്കാണെന്നുള്ളതിൽ വളരെയധികം അഭിമാന പുരസ്സരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിലേക്കായിട്ട് ആ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ ആ ടീമിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നതിന് വേണ്ടി, അനുമോദിക്കുന്നതിന് വേണ്ടി അവരെ ഞാൻ പേരിലേക്ക്. ടീം ലീഡർ കുശല ബാലൻ, ഉഷ രാജേന്ദ്രൻ, ശ്രീദേവി പിള്ളൈ, രഞ്ജിനി ശ്രീധരൻ, ബിന്ദു കമർ ആൻഡ് ലക്ഷ്മി കമർ. ഈ ലക്ഷ്മി കമർത്താണ് ഇതിന്റെ എല്ലാം ബ്രെയിൻ എന്ന് പറയുന്നത്. താങ്ക് യു. ഇവർക്ക് ഓരോരോ മൊമെന്റോ ഏരിയയുടെ വകയായിട്ട് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ CL ആന്റണി. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ അത്തപ്പൂക്കളം ഡിസൈൻ ചെയ്ത് അത് ചിട്ടപ്പെടുത്തിയത് ലക്ഷ്മി കമൽ. അടുത്ത ടീം ലീഡർ കുശല ബാലൻ. ബിന്ദു കമർ. ശ്രീദേവി പിള്ളൈ. ഉഷ രാജേന്ദ്രൻ. രഞ്ജിനി ശശീന്ദ്രൻ.